വന്ന് ബിഗ് ബോസ് ഹൗസിലുള്ളവർക്ക് നാക്കിന് ഒരു ലൈസൻസ് ഇല്ലാത്ത അവസ്ഥയായിരിക്കുകയാണ്. എന്ത് ഗെയിം സ്ട്രാറ്റജി ആയാലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇമാതിരി വഷളത്തരങ്ങൾ വിളിച്ചു പറയുന്ന ബോധം ചിലർക്കില്ലാതെ പോവുകയാണ്. ജിൻഡോയുടെ സ്ത്രീവിരുദ്ധ പരാമർശം, ഗബ്രിയുടെ സെക്ഷൽ ഹറാസ്മെന്റ് വെളിപ്പെടുത്തൽ, പവർ ടീം ടൈറ്റ് കോമ്പറ്റീഷൻ, അങ്ങനെ മറ്റൊരു സംഭവബഹുലമായ ദിവസമാണ് ഇന്നലെ കടന്നുപോയത്. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ആക്റ്റീവ് ആകുന്ന അല്ലെങ്കിൽ മികച്ച ഗെയിമറായി മാറുകയാണ് ജിൻഡോ. പക്ഷെ അതിനായി സ്വീകരിക്കുന്ന രീതികൾ ഒരൽപ്പം അതിര് കടക്കുന്നുണ്ടെന്ന് മാത്രം. കഴിഞ്ഞ ദിവസത്തെ, അതായത് 23-ാം ദിവസത്തെ രാത്രിയിൽ നടന്ന ഊക്കനടിയിലേക്ക് തന്നെ ആദ്യം പോവാം. എപ്പിസോഡിൽ ആദ്യം കാണിച്ചത് ഇതായിരുന്നു. പവർ ടീമിന് ലഭിച്ച കംപ്ലൈൻറ്റ്സിന് പണിഷ്മെന്റ് കൊടുക്കുന്നതിനിടയിലാണ് ജിൻഡോ മനഃപൂർവ്വം ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത്. പവർ മണി ആവശ്യമില്ലാതെ മുടക്കിയതിന് ഗബ്രിക്കും ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ചുൾ ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുവന്നതിന് ജിൻഡോയ്ക്കും പണിഷ്മെന്റ് ലഭിച്ചിരുന്നു. ആസ് യൂഷ്വൽ പണിഷ്മെന്റ് എടുക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന മെന്റാലിറ്റിയാണ് ജിൻഡോ സ്വീകരിച്ചത്. അതിൽ വലിയ അത്ഭുതം ഉണ്ടായിരുന്നില്ല. ഈ പണിഷ്മെന്റ് ഏത് വിധേനയും ഒഴിവാക്കണം. അതിനുവേണ്ടി കണ്ടുപിടിച്ചതാണ് ജാസ്മിനുമായുള്ള ഈ പ്രശ്നം. ജാസ്മിൻ ഇന്നർ വെയേഴ്സ് ലിവിംഗ് റൂമിൽ പബ്ലിക്കായി കൊണ്ടുവച്ചതാണ് കാരണം. ജാസ്മിൻ മനഃപൂർവ്വം കൊണ്ടുവച്ചെന്ന രീതിയിലേക്കാണ് ജിൻഡോ വിഷയത്തെ വളച്ചൊടിച്ചത്. അങ്ങനെയാകുമ്പോൾ ജാസ്മിൻ പ്രൊവോക്ക് ആകുമെന്നും അതുപോലെ പണിഷ്മെന്റ് റൂട്ട് മാറി പോകുമെന്നും ജിൻഡോയ്ക്ക് കൃത്യമായി അറിയാം. ജാസ്മിൻ താൻ ഡ്രസ്സ് പൊക്കി നോക്കിയെന്ന രീതിയിലാണ് കാര്യങ്ങൾ സംസാരിച്ചതെന്ന് ജിൻഡോയുടെ പറച്ചിൽ കേട്ടാൽ അറിയാം വ്യക്തമായ പ്രൊവോക്കിംഗ് ഇതിന് പിന്നിലുണ്ടെന്ന്. മാത്രമല്ല, ജാസ്മിൻ റിയാക്ട് ചെയ്ത ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഗബ്രി സ്വാഭാവികമായും ഇടപെടുമെന്ന് ജിൻഡോയ്ക്ക് അറിയാവുന്നതാണ്. സംഗതി എന്തായാലും സക്സസ് ആയി. ജിൻഡോ ഉദ്ദേശിച്ചതുപോലെ ജാസ്മിനും ഗബ്രിയും പ്രൊവോക്ക് ആവുകയും പണിഷ്മെന്റ് ഒഴിവാകുകയും ചെയ്തു. ഈ ഒരു ഒറ്റ സംഭവം കാരണം എത്രമാത്രം സ്ക്രീൻ സ്പേസ് ആണ് ഈ മനുഷ്യന് കിട്ടിയതെന്നറിയാമോ? എപ്പിസോഡിന്റെ മുക്കാലും ജിൻഡോ വൺ മാൻ ഷോയാണ് നടന്നത്. ഇനി പ്രൊവോക്കായ ജാസ്മിനിലേക്ക് വരാം. ഒന്ന് കിട്ടിയാൽ അതിൽ പിടിച്ചു തൂങ്ങുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പരാമർശം വരുമ്പോൾ ജാസ്മിൻ റിയാക്ട് ചെയ്യാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? ഒരു ചാൻസിനായി കാത്തിരുന്നത് പോലെയായിരുന്നു ജാസ്മിൻ ജിൻഡോയ്ക്കെതിരെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ കൃത്യമായി മൈക്ക് ധരിക്കാത്തതിന് ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്ന ഒരു വീഡിയോ ലാലേട്ടൻ മത്സരാർത്ഥികൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. അതിൽ ഡ്രസ്സിംഗ് റൂം ഏരിയയ്ക്ക് പുറത്ത് ഗബ്രിയും ഉള്ളിൽ ജാസ്മിനുമുള്ള വീഡിയോ ഉൾപ്പെട്ടിരുന്നു. ആ സമയത്ത് ജിൻഡോ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ജാസ്മിൻ വെളിപ്പെടുത്തിയത്. അകത്ത് കണ്ടതിന്റെ അപ്പുറം ഒന്നും വരില്ലല്ലോ, പുറത്ത് കണ്ടത് എന്നായിരുന്നു ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ഈ സംഭവം കറക്റ്റ് ടൈമിലാണ് ജാസ്മിൻ എടുത്തിരുന്നത്. ജിൻഡോ പറഞ്ഞില്ല എന്നൊക്കെയുള്ളത് ബാക്കി കാര്യമാണ്. ജാസ്മിൻ അന്ന് ഇക്കാര്യം വെളിപ്പെടുത്താതിരുന്നത് ഒരു വാക്കിന്റെ പുറത്തായിരുന്നു എന്നാണ് പറയുന്നതെങ്കിലും ഇത്രയും റിയാക്ട് ചെയ്യുന്ന ജാസ്മിനെ പോലെ ഒരാൾക്ക് എന്തുകൊണ്ട് അന്ന് തന്നെ ഈ സംഭവം പറയാമായിരുന്നു എന്ന ചോദ്യമുണ്ട്. അതിനായി ഇങ്ങനെ ഒരു സിറ്റുവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം സ്വന്തം ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു പരാമർശമാണ് ജിൻഡോ നടത്തിയിരിക്കുന്നത്. അവിടെ ഒരു മത്സരം എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി ആ ടൈമിൽ പ്രതികരിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ പറയുമ്പോൾ അതിലൊരു വസ്തുതയുണ്ടോ എന്ന് പോലും പ്രേക്ഷകർക്ക് തോന്നാൻ സാധ്യത കൂടുതലാണ്. ഇനി മറുവശം നോക്കുകയാണെങ്കിൽ വാ തുറന്നാൽ അസഭ്യം പറയുന്ന ജിൻഡോ ഇങ്ങനെ പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഒരു ഇന്നർവെയർ തർക്കത്തിന് പിന്നാലെ ഒതുങ്ങിക്കൂടിയ ജാസ്മിൻ ബാക്ക് ടു ഗെയിം മോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ജാസ്മിൻ എവിടെയുണ്ടോ അവിടെ ഗബ്രിയുണ്ട്. ജാസ്മിൻ ജിൻഡോ പ്രശ്നത്തിൽ ഒരു ആവശ്യമില്ലാതെയാണ് ഗബ്രി ഇടപെട്ടത്. ജിൻഡോ ജാസ്മിനെയാണ് പ്രൊവോക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഗബ്രി ജിൻഡോയാണ് പ്രൊവോക്ക് ചെയ്തത്. സംഗതി കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് ഗബ്രിയുടെ അടുത്ത വെളിപ്പെടുത്തൽ. സെക്ഷൽ ഹറാസ്മെന്റ്, അതും ജിൻഡോയ്ക്കെതിരെ. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഡ്രസ്സ് അഴിപ്പിച്ചെന്നാണ് ഗബ്രി പറയുന്നത്. അവിടെയും ഇക്കാര്യം എന്തുകൊണ്ട് അന്നേ തുറന്നു പറഞ്ഞില്ലെന്ന ചോദ്യമുണ്ട്. സത്യത്തിൽ എന്ത് കാര്യത്തിനാണ് ജാസ്മിനും ഗബ്രിയും ഇതുപോലെ ഗുരുതരമായ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സമയവും സന്ദർഭവും നോക്കിയിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിനിടയിലുള്ള ഗബ്രിയുടെ ശരീരം പെണ്ണിനെ പോലെയാണെന്നുള്ള ജിൻഡോയുടെ സ്റ്റേറ്റ്മെന്റ് കൂടി ആയപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ജിൻഡോയ്ക്കെതിരെ തിരിയുന്നതാണ് ഉണ്ടായത്. അർജുൻ, അപ്സര, യമുന, ശ്രീരേഖ എല്ലാവരും സംഭവത്തെ വിമർശിക്കുകയാണ് ഉണ്ടായത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ജിൻഡോ കാരണം മറ്റു മത്സരാർത്ഥികൾക്കും ആവശ്യത്തിന് സ്ക്രീൻ സ്പേസ് കിട്ടി. മറ്റൊരു രീതിയിൽ നോക്കിയാൽ ജാസ്മിനെതിരെ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയപ്പോൾ ഗബ്രി ജിൻഡോയ്ക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുത്തു. ഇങ്ങനെയും ഈ സംഭവത്തെ വിലയിരുത്താൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് ഇനിയൊരു ഫിസിക്കൽ അസോൾട്ട് വീടിനുള്ളിൽ നടക്കുമെന്ന ഭയം ആവശ്യത്തിലധികം ഉണ്ട്. അതുകൊണ്ടാണ് ഓരോ പ്രശ്നത്തിലും പതിവില്ലാതെ ഇടപെടുന്നത്. കാരണം ഇനിയൊരു ഫിസിക്കൽ അസോൾട്ടും പരിക്കും പറ്റിയാൽ ഷോയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. ജിൻഡോയ്ക്കും ഗബ്രിക്കും വാണിംഗ് വരെ നൽകണമെങ്കിൽ അതാണ് കാര്യം. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണെന്നും അതുപോലെ വീട്ടിലുള്ളവരെ നിങ്ങളുടെ തർക്കങ്ങളിലേക്ക് വലിച്ചിടരുന്നുമാണ് ബിഗ് ബോസ് ഇരുവരോടുമായി പറഞ്ഞത്. അടുത്തതായി ടാസ്കിലേക്ക് കടക്കാം. സീസൺ 6-ൽ മത്സരാർത്ഥികൾ തമ്മിൽ വാശിയേറിയ പോരാട്ടം നടന്ന ടാസ്ക് ആയിരുന്നു ഇന്നലെ ഉണ്ടായത്. ബാറ്ററി ലോ.
14 മത്സരാർത്ഥികളുടെ ഫോട്ടോ പതിച്ച മൊബൈൽ ഫോൺ രൂപത്തിലുള്ള കാർഡുകൾ ഒരു വശത്ത്, ഓപ്പോസിറ്റ് ആംഗിളിൽ ചാർജ് സെന്റർ. ബസർ അടിക്കുമ്പോൾ കാർഡ് എടുത്ത് ചാർജ് പോയിന്റിൽ വെക്കണം. സ്വന്തം ഫോട്ടോയുള്ള കാർഡ് എടുക്കാൻ പാടില്ല. ചാർജ് പോയിന്റിൽ വെക്കാൻ പറ്റാത്ത ഫോൺ ഔട്ടാകും. അതായത് ആ ഫോണിൽ ആരുടെ ഫോട്ടോയാണോ അവർ ഔട്ടാകും എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട ഗെയിം. ആരെ ഔട്ടാക്കണം, ആരെ ഔട്ടാക്കേണ്ട എന്നൊക്കെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് കളിക്കാം. അവിടെയാണ് കൃത്യമായ ഗെയിം പ്ലാനോടെ ഗബ്രിയും ജാസ്മിനും കളിച്ചത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുവരുടെയും കാർഡുകൾ എടുത്ത് മറ്റുള്ളവരുടെ കാര്യം നോക്കാതെ കളിച്ചു. മറ്റുള്ളവരായാലും പ്ലാനിംഗ് നടത്തിയെങ്കിലും ഉദ്ദേശിച്ച പോലെ നടന്നില്ല. അർജുൻ ഋഷിയെ ഗെയിമിൽ ജയിപ്പിക്കുന്നതിനായി പ്ലാൻ ചെയ്തുവെങ്കിലും അത് നടപ്പായില്ല. അർജുന്റെ ഗെയിം പ്ലാനിങ്ങിൽ കുടുങ്ങിയത് സത്യത്തിൽ ഋഷിയായിരുന്നു. അവസാന നിമിഷം വരെയും ജയിക്കുമെന്ന് കരുതി തോൽക്കേണ്ട അവസ്ഥയായിരുന്നു ഋഷിക്കുണ്ടായിരുന്നത്. അതിന്റെ ദേഷ്യമാണ് പിന്നീട് ശരണ്യയുമായി തീർത്തത്. ബുദ്ധിയുള്ളവർ ബുദ്ധി ഉപയോഗിച്ച് കളിച്ച് സ്വന്തം സൈഡ് സേഫാക്കി. അതാണ് ഈ ടാസ്കിൽ സംഭവിച്ചത്. ജാസ്മിനും ഗബ്രിക്കും വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായതുകൊണ്ടാണ് ഇരുവരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും 4th വീക്കിൽ മത്സരാർത്ഥികൾക്കിടയിൽ വീറും വാശിയും വർദ്ധിച്ചിട്ടുണ്ട്. ജിൻഡോയ്ക്ക് കൃത്യമായി സ്ക്രീൻ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ അറിയുകയും ജാസ്മിൻ, ഗബ്രി ബാക്ക് ടു ഗെയിം മോഡ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. മറ്റുള്ള മത്സരാർത്ഥികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൂവരും നല്ല രീതിയിൽ ഇതിനോടകം ആക്റ്റീവാണ്. എന്തായാലും ഗബ്രിയുടെയും ജാസ്മിന്റെയും വെളിപ്പെടുത്തലുകൾ അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.